കൊണാർക്കിൽ നിന്നും വൈകുന്നേരത്തോടെ കട്ടക്ക് വഴി കൊൽക്കത്തയിലേക്ക്. കട്ടക്കിൽ ഒരു രാത്രി തങ്ങുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് യാത്ര ആരംഭിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്ലാൻ. വളരെ കലാപരമായി പൊതുസ്ഥലങ്ങൾ പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് കട്ടക്ക്. അത്ര മാത്രമാണ് ഞങ്ങൾക്ക് ഈ നാടിനെ പറ്റി കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കാനായത്. രാവിലെ തന്നെ ഡ്രൈവ് ആരംഭിച്ചു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ കിലോമീറ്ററുകളോളം അത് കത്തിച്ചിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാറ് നടുന്ന വയലുകൾ. രണ്ടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഇവർ ഒരു ഡാമിൽ നിന്നും കനാൽ വഴി പാടത്തേക്ക് വെള്ളമെത്തിച്ചാണ് കൃഷി. നമ്മുടെ നാട്ടിലെ അതേ രീതിയിൽ, അതേ താളത്തിൽ. ഞങ്ങൾ വണ്ടിയൊതുക്കി ഫോട്ടോ എടുക്കുന്ന കണ്ട് അന്വേഷിക്കാൻ വന്ന ആളാണിത്, രാജു. പുള്ളിക്കാരനാണ് ഇതിൻ്റെ മേൽനോട്ടം. പരമ്പരകളായി കൃഷി ചെയ്യുന്ന വ്യക്തി. 1,500 കിലോമീറ്റർ ഒരു പകൽ കൊണ്ട് ഓടിയെത്തണം. അതിനിടയിൽ പലതരം കാഴ്ചകൾ, ആടുമാടുകൾ നിറഞ്ഞ ഹൈവേകൾ. വൈകുന്നേരത്തോടെ ഞങ്ങൾ കൊൽക്കത്തയുടെ തീരം പിടിച്ചു. മഞ്ഞ ടാക്സികൾ തലങ്ങും വിലങ്ങും പായുന്ന ഓൾഡ് കൊൽക്കത്ത നഗരത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ കസിൻ്റെ ഫ്ലാറ്റിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം സുരക്ഷിതമായി വണ്ടിയും പാർക്ക് ചെയ്ത് ടാക്സി സവാരിക്കായി ഇറങ്ങി. ഈ ഓൾഡ് മഞ്ഞ ടാക്സി കാർ യാത്ര അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഇവിടെയുള്ള 2 ദിവസവും ഈ ടാക്സിയിൽ തന്നെയാണ് ഞങ്ങളുടെ യാത്ര. ഓൾ ഇന്ത്യ യാത്ര പ്ലാൻ ചെയ്ത അന്നു മുതൽ എന്നെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒന്നായിരുന്നു ഈ പഴയ നഗരത്തിലൂടെ മഞ്ഞ ടാക്സിയിൽ ഒരു സവാരി. എല്ലായിടത്തും തിരക്കാണ്. മധുരം വിളമ്പുന്ന കടകളുടെ നീണ്ട നിരകൾ. ആളുകൾ വരി വരിയായി എങ്ങോട്ടെന്നില്ലാതെ നടന്നു പോകുന്നു. എനിക്കിതെല്ലാം ഒരു സ്വപ്നം കാണുന്ന പോലെയാണ് തോന്നുന്നത്. കൊൽക്കത്ത നഗര പ്രദക്ഷിണം തന്നെ ഒരു സ്പെഷ്യൽ അനുഭവമാണ്. ഇത്രയും പഴക്കമുള്ള, ചരിത്ര സ്മാരകങ്ങളുള്ളൊരു നഗരം, ലിറ്ററേച്ചറിന് ഇത്രയധികം സംഭാവനകൾ നൽകിയ നഗരം, രുചികൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നഗരം. നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് ഈ നഗരത്തിലെ പഴയ കെട്ടിടങ്ങൾക്ക് പോലും ഉള്ളതുപോലെ തോന്നി. ഒടുവിൽ കൊൽക്കത്തയിലെ ഐക്കോണിക് ഹൗറ പാലത്തിന് മുകളിലൂടെ. കൊൽക്കത്ത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന, ഒരുപാട് ഫോട്ടോഗ്രാഫുകളിലും മറ്റും നമ്മൾ കണ്ട ഒരു നഗരത്തിൻ്റെ അടയാളം പോലെയുള്ള ഒന്ന്, ഹൗറ പാലം. അതിലൂടെ ഒരു പഴയ അംബാസഡർ കാർ, മഞ്ഞ നിറത്തിലുള്ള ടാക്സി കാറിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരുപാട് കാഴ്ചകളും കണ്ടുകൊണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് 1-2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് പോകാൻ കഴിയുക. ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ആശ്രമമാണ്. അവിടേക്ക് ഞങ്ങളൊരു ലോക്കൽ ബസ്സിൽ യാത്ര ആരംഭിച്ചു. കീശയിൽ നിന്നും ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡബ്ബ തുറന്ന് അതിൽ നിന്നും പുകയിലെടുത്ത് 2 കൈ കൊണ്ട് തിരുമ്മി അത് വായിലേക്കിട്ടാണ് ഡ്രൈവിംഗ്. അതിലൊന്നും ഒരു പുതുമയുമില്ല ഈ നാട്ടിൽ. ആശ്രമത്തിലേക്ക് വന്നെത്തുന്ന ആളുകളാണിത്. അന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായി ഞങ്ങളെത്തിയ അന്ന് നാഷണൽ യൂത്ത് ഡേ ആയിരുന്നു, സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം. അവിടെ നിന്ന് പ്രത്യേക പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി ബംഗാളി സ്വീറ്റ്സ് എല്ലാം കഴിച്ച് നടക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അപ്പം തന്നെ എൻ്റെ കിളി പോയി. സ്വാമി വിവേകാനന്ദൻ്റെ പിറന്നാൾ മറ്റൊരാളുടെ കൂടി പിറന്നാൾ ദിനമാണ്, എൻ്റെ വൈഫിൻ്റെ. നേരം ഏകദേശം ഉച്ചയോടടുക്കുന്നു. സന്തോഷം. സ്വാമി വിവേകാനന്ദൻ താമസിച്ചിരുന്ന കെട്ടിടമാണിത്. ഇതിൻ്റെ മുകളിലെ നിലയിലെ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ചിലതെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മുറിയിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചില്ല. ഈ മാവിൻ്റെ ചുവട്ടിലിരുന്നാണ് അദ്ദേഹം ധ്യാനിച്ചിരുന്നതും ശിഷ്യരോട് സംസാരിച്ചിരുന്നതും. അവിടെ കുറേ അധികം സമയം ഞങ്ങളും ഇരുന്നു. പിന്നെ മെല്ലെ പുറത്തേക്കിറങ്ങി നഗരത്തിലേക്ക്. നഗരത്തിൽ കുറേ ദൂരം ഞങ്ങൾ നടന്നു. പഴയ ബസ്സുകൾ, കാറുകൾ, തിരക്കിട്ട് ഓടുന്നവർ, ചവച്ച് തുപ്പുന്നവർ. ഹൗറ പാലത്തിന് മുകളിലൂടെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് മെല്ലെ നടന്നു. അതുവഴി വന്ന ഒരു ടാക്സി കൈകാട്ടി നിർത്തി കയറിയ ശേഷമാണ് രസം. ഒരു ശ്രീകോവിൽ പോലെ ഡാഷ്ബോർഡ്, പൂമാലയൊക്കെ ഇട്ട് കുറേ ദൈവരൂപങ്ങൾ, കുറച്ച് പുകയില പൊടി തിരുമ്മി ചുണ്ടിനടിയിൽ വെക്കുന്നതെല്ലാം ഭയങ്കര കലാപരമായിട്ടാണ്. വലിയ ഹൈവേയിൽ നിന്നും ചെറിയ റോഡിലേക്ക് ഞങ്ങളുടെ കാർ പ്രവേശിച്ചു.
ഞങ്ങളിനി നേരെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടിലേക്കാണ്. ഇടുങ്ങിയ വഴികളിലൂടെ ഞങ്ങളെയും കൊണ്ട് കാർ മെല്ലെ നീങ്ങി. ചരിത്രമുറങ്ങുന്ന തെരുവുകൾ എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ഈ തെരുവുകളിലൂടെയൊക്കെ രവീന്ദ്രനാഥ ടാഗോർ ആ നീളൻ കോട്ടൊക്കെ ഇട്ട് കയ്യിൽ പുസ്തകവും പേനയൊക്കെ പിടിച്ച് നടന്ന് നീങ്ങുന്നതൊക്കെ ഞങ്ങൾ വെറുതെ ഇമാജിൻ ചെയ്തു. ഇടുങ്ങിയ വഴികളിലൂടെ മെല്ലെ നീങ്ങി അവസാനം ഞങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. പക്ഷേ ദൗർഭാഗ്യകരം എന്നല്ലാതെ വേറൊന്നും പറയാനാവില്ല. അന്നത്തെ ദിവസം അവിടെ കയറി കാണാനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. ഒടുവിൽ ഈ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തി ഞങ്ങൾ മെല്ലെ നടന്നു. ട്രാമുകൾക്ക് കടന്നു പോകാനുള്ള ട്രാക്കുകളാണ് ഈ റോഡിൽ കാണുന്നത്. കൊൽക്കത്തയുടെ ചരിത്രം ട്രാമിൻ്റെ കൂടിയാണ്. 150 വർഷമായി ഈ നഗരത്തിൽ ട്രാം സർവീസ് ആരംഭിച്ചിട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമില്ലേ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ട്രാമിൽ കയറാൻ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ട്രാഫിക് പോലീസോ കച്ചവടക്കാരോ ഒന്നും ഞങ്ങളോട് കൃത്യമായി മറുപടി പറഞ്ഞില്ല. മാത്രമല്ല ട്രാം സർവീസ് ഇപ്പോഴില്ല എന്നായിരുന്നു ഒഴുക്കൻ മറുപടി. പിന്നീട് ഞങ്ങൾ തന്നെ ട്രാം തപ്പി കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് കാര്യം. ഇവിടെ ആരും ട്രാമിനെ പ്രൊമോട്ട് ചെയ്യില്ല. കോർപ്പറേറ്റുകളായ കാർ നിർമ്മാതാക്കൾക്ക് വേണ്ടി ട്രാമിനെ ഇല്ലാതാക്കിയത് ഇവിടെ ഭരിച്ചവരാണ്. ഇത്രയധികം സമഗ്രമായ നെറ്റ്വർക്കുള്ള ഈ ട്രാമിനെ ഈ നിലയിലാക്കി ടാക്സികൾക്ക് വേണ്ടി റോഡ് തുറന്നിട്ടത് അവരാണെന്ന്. അതുകൊണ്ട് പോലീസ് പോലും ട്രാം സർവീസ് ഇപ്പോഴില്ല എന്ന് ഇവിടെ വരുന്നവരോട് പറയുകയുള്ളൂ. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ദുബായിൽ 6-7 കൊല്ലം മുമ്പ് ആദ്യമായി ട്രാം സർവീസ് ആരംഭിച്ച സ്റ്റോറികൾ കുത്തിയിരുന്ന് ചെയ്തത് ഞാൻ ഓർത്തുപോയി. ഇന്നും കൊൽക്കത്ത നഗരത്തിലെ സാധാരണക്കാരുടെ പ്രധാന ഗതാഗത മാർഗമാണ് ട്രാം. ഒരു വിൻറ്റേജ് നഗരത്തിലൂടെ പഴയ ട്രാമിൽ പുറത്തെ കാഴ്ചകളും കണ്ടുകൊണ്ടുള്ള യാത്ര. നഗരത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും ട്രാം ട്രാക്കുകൾ നമുക്ക് കാണാനാകും. അതിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോൾ സർവീസ് ഉള്ളത്. 1-2 സ്ഥലത്തേക്ക് മാത്രം. ബാക്കി എല്ലാ റോഡുകളിലും മഞ്ഞ ടാക്സികൾ നിറഞ്ഞിരിക്കുന്നു. നഗരത്തിലെ തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഗതാഗത മാർഗമായ ട്രാമിനെ വീണ്ടും സജീവമാക്കാനുള്ള പദ്ധതികളെല്ലാം ചെറിയ ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. വെറും 7 രൂപ ടിക്കറ്റിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഇന്ന് ലോകത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാനാവില്ല. നേരം സന്ധ്യയോടടുക്കുന്നു. ആളുകൾ ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന ഓട്ടമാണ്. ട്രാമിൽ ഇപ്പോഴും നിറയെ ആളുകളാണ്. നഗരത്തിൻ്റെ മുഖം മാറിത്തുടങ്ങി. ഞങ്ങൾ മെല്ലെ ട്രാമിൽ നിന്ന് ഇറങ്ങി അറിയാത്ത വഴികളിലൂടെ നടന്നു. പിന്നെ മെല്ലെ വർണ്ണ വെളിച്ചത്തിൽ തിളങ്ങുന്ന ഹൗറയിലേക്ക്. നദിക്കരയിൽ രാത്രി വൈകിയും കുറേ സമയം ഇരുന്നു. ഇതൊരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ്. കൊൽക്കത്തയിലേക്ക് മാത്രമായി വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും